ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ജ്യോതിഷ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്ന് വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം 1201 മലയാള വർഷ കന്നിമാസ രാശിക്കൂർ ഫലമാണ് ഞാൻ പറയുന്നത്. കന്നിമാസത്തെ രാശിക്കൂർ ഫലം, കർക്കിടകക്കൂറിന്റെ ഫലമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. പുണർദം, കാലി, പൂയം, ആയില്യം ഇത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് മേലാധികാരികളിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ്. മേലാധികാരികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടും, ചിലവുകൾ വർദ്ധിക്കും. വരവിനെക്കാട്ടും കൂടുതൽ ചിലവുണ്ടാകാനാണ് സാധ്യത. അപ്പൊ ചിലവുകൾ വർദ്ധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കാൻ ഇവരെ കൊണ്ട് കഴിയും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. സഹപ്രവർത്തകർ സഹകരിച്ചില്ല എന്നു വരും. കൂടെ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുന്നവര് അവർ ചിലപ്പോൾ നിങ്ങളോടൊപ്പം സഹകരിച്ചില്ല എന്നും വരാൻ സാധ്യതയുണ്ട്. ഭൂമി വിൽപ്പന വഴി ധനനേട്ടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അയൽക്കാരുമായി തർക്കങ്ങൾ ഇടവരും. തർക്കങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധ കൂടുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ചെറിയ യാത്രകൾ നടത്താനായിട്ട് ഇവർക്ക് സാധിക്കും. ചെറിയ യാത്രകൾ നടത്താൻ സാധിക്കും. കടം വീട്ടാനിടയാവും. ഇവർ മേടിച്ച കാശി തിരിച്ചു കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കാവുന്ന ഒരു മാസമാണ്. സർക്കാർ കാര്യങ്ങളിൽ വിജയിക്കുകയും ചെയ്യും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടാൽ അതിൽ ഇവർക്ക് വിജയമുണ്ടാവുന്ന ഒരു മാസമായിരിക്കും ഈ കർക്കിടകക്കൂറുകാർക്ക് ഈ മാസം. ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രം മകം, പൂരം, ഉത്രം, കാലി. മകം, പൂരം, ഉത്രം, കാലാണ്. ഉദ്യോഗത്തിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടവരും. ഇവരെ സംബന്ധിച്ച് ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാനായിട്ട് ഉള്ള അവസരം ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത ചെലവ് ഇവർക്ക് വന്നുകൂടും. ധനകാര്യങ്ങൾക്കായി ശ്രമം നടത്തും. ധനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നല്ലൊരു ശ്രമം ഇവർ നടത്തും. അതിൽ ഇവർ വിജയിക്കുകയും ചെയ്യും. സാമ്പത്തിക ഇടപാടുകളിൽ ഇവർ വിജയിക്കും എന്നാണ് കാണുന്നത്. രോഗികൾക്ക് രോഗശമനം ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ. രോഗികൾക്ക് രോഗശമനം ഉണ്ടാകും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഗുണമാണ് കാണുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഗുണമാണ് കാണുന്നത്. മത്സര പരീക്ഷകളിൽ ജയിക്കാനായിട്ട് സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. വീട് വിട്ട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു മാസമായിരിക്കും. നിയമപാലകർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമായ ഒരു മാസമാണ് ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിൽ. കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര. ഇതാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ജോലി സ്ഥിരതയുണ്ടാവും. ഇവരെ സംബന്ധിച്ച് ജോലി സ്ഥിരതയുണ്ടാവുന്ന ഒരു മാസമായിരിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഇവർക്ക് ഈ മാസം പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും. ചെയ്യുന്ന കർമ്മങ്ങളിൽ, ചെയ്യുന്ന പ്രവർത്തികളിൽ, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥത വെച്ച് പുലർത്താൻ ഇവരെ സംബന്ധിച്ച് സാധിക്കും. ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും ഇവർ ഈ മാസം. ആഡംബരത്തിനായി പണം ചെലവഴിക്കും. യാത്രകൾക്ക് മുടക്കം ഉണ്ടാകാറ് ഇടയുണ്ട്. യാത്രാ സംബന്ധമായ എന്തിവർ ആലോചിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ യാത്രക്ക് മുടക്കം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ലാഭം നേടും. ക്രയവിക്രയങ്ങൾ ചെയ്ത് കൊടുക്കൽ വാങ്ങലുകൾ നടത്തി ലാഭം നേടുന്ന ഒരു മാസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അലസത വരും. അതുകൂടാതെ ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തും.
ഇവർ ജീവിത രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരു സമയമായിരിക്കും. അധ്യാപകരെ സംബന്ധിച്ച്, ഗുരുക്കന്മാരെ സംബന്ധിച്ച്, അധ്യാപകരെ സംബന്ധിച്ചൊക്കെ ഗുണകരമായ ഒരു മാസമായിരിക്കും ഈ കന്നിമാസം. ഈ രാശിക്കുറു ഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.